കണ്ണെത്താതെ പരന്ന് കിടക്കുന്ന സഹാറ മരുഭൂമി. സഹാറയുടെ വിസ്തൃതി 92 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ്. സഹാറയുടെ ചില ഭാഗങ്ങളിലൊക്കെ ആൾത്താമസമുണ്ട്. ഏകദേശം 25 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ സഹാറ മരുഭൂമിയുടെ പല പല പ്രദേശങ്ങളിലായിട്ട് ജീവിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും നാടിനോട് ചേർന്ന് കിടക്കുന്ന മരുഭൂമിയുടെ പ്രദേശങ്ങളിലേക്കാണ്. അവർക്ക് പുറത്തു പോയിട്ട് വരാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥലത്താണ്. പക്ഷേ ബാക്കി ഭൂരിഭാഗം സ്ഥലങ്ങളിലും അല്ലെങ്കിൽ സിംഹഭാഗം സ്ഥലങ്ങളിലും ഒരു തരത്തിലുമുള്ള ജനവാസമില്ല. അങ്ങോട്ട് മനുഷ്യർ കടന്നു പോകാറില്ല. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല. കുടിക്കാൻ വെള്ളമില്ല, കൊടും ചൂടാണ്, വാഹനങ്ങൾക്ക് എത്താൻ പറ്റില്ല, ആർക്കും അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റില്ല. അതുപോലുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അടിക്കുന്നത് കൊടും ചൂടാണ്, മണ്ണാണെങ്കിൽ ചുട്ടുപഴുത്ത് കിടക്കുന്നു, നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ ഇല്ല. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? എത്ര ദിവസം നിങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഭക്ഷണമില്ലാതെ കുറച്ച് കൂടുതൽ ദിവസം പോകാം, പക്ഷേ വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? അതായത് ഇത്രയും വലിയ സൂര്യതാപം ഏറ്റ് നമ്മളുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ ഹൈഡ്രേറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡീഹൈഡ്രേഷൻ സംഭവിച്ച് മരണം പെട്ടെന്ന് തന്നെ സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സഹാറയിലൊക്കെ ഒറ്റപ്പെട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കാറുള്ളത് അല്ലേ? നമ്മളവിടെ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കൊരു അപകടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഉറക്ക കാറുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ എത്ര ഉറക്ക കാറി കഴിഞ്ഞ് കഴിഞ്ഞാലും കേൾക്കാനായിട്ട് ഒരു മനുഷ്യക്കുഞ്ഞ് പോലുമില്ല. മനുഷ്യക്കുഞ്ഞെന്ന് മാത്രമല്ല, മൃഗങ്ങൾ പോലും അവിടെ വളരെ കുറവാണ്. അപൂർവമായിട്ട് ചില ഒട്ടകങ്ങളെയും ചെറിയ ഇഴജന്തുക്കളെയൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു സഹാറ മരുഭൂമിയിൽ കൊടും ചൂടിൽ ഒരു മനുഷ്യവാസവും ഇല്ലാത്ത പ്രദേശത്ത് പോയി എങ്ങോട്ടെന്നില്ലാതെ ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ച് 10 ദിവസത്തിന് ശേഷം തിരികെ വന്നിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്, ഇറ്റാലിയൻ പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ പേര് മൗറോ പ്രോസ്പെരി എന്നുള്ളതാണ്. മൗറോ പ്രോസ്പെരി പറഞ്ഞിട്ടുള്ള സംഭവബഹുലമായിട്ടുള്ള കഥയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. വർഷം 1994. ഇറ്റലിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു 38 വയസ്സുള്ള മൗറോ പ്രോസ്പെരി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിനോദം, കായിക വിനോദമായിരുന്നു മാരത്തോൺ റേസുകളിൽ, അതായത് മാരത്തോൺ ഓട്ട മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. എന്താണ് മാരത്തോൺ എന്ന് അറിയാമല്ലോ? ഒരുപാട് കിലോമീറ്ററുകളോളമുള്ള ഓട്ടമായിരിക്കും. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാം, ഭക്ഷണം കഴിക്കാം, വിശ്രമിക്കാം, എന്നിട്ട് പതുക്കെ ഓടി എങ്ങനെയെങ്കിലും അവിടെ ചെന്നാൽ മതി. അവിടെ ആദ്യം ചെല്ലുന്ന ആൾ ആ ഒരു റേസിൽ വിജയിക്കും. ഇതാണ് മാരത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അതായത് രാജ്യത്തെ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മാരത്തൺ റേസുകൾക്ക് പങ്കെടുക്കുകയും സമ്മാനം കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്ത ഒരു കായിക പ്രതിഭ കൂടിയായിരുന്നു മൗറോ പ്രോസ്പെരി എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം തൻ്റെ സുഹൃത്തിൻ്റെ പക്കൽ നിന്ന് മാരത്തോൺ ഡി സബെൽസ് എന്ന് പറയുന്ന ഒരു മാരത്തോൺ ഓട്ട മത്സരത്തെക്കുറിച്ച് കേൾക്കുന്നത്. വർഷം 1986 മുതൽ ഇന്നേ ദിവസം വരെ എല്ലാ വർഷവും കൃത്യമായിട്ട് നടക്കുന്ന ഒരു മാരത്തൺ റേസാണ് മാരത്തോൺ ഡി സബെൽസ്. പക്ഷേ ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് എങ്ങനെയെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള, ഏറ്റവും കാഠിന്യം നിറഞ്ഞ, ഏറ്റവും കൂടുതൽ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ട ഒരു മാരത്തൺ റേസ് ആയിട്ടാണ്. കാരണം ഇത് നടക്കുന്നത് സഹാറ മരുഭൂമിയിലാണ്. കണ്ണെത്താതെ പരന്നു കിടക്കുന്ന മണലാരണ്യം, അതാണ് സഹാറയിൽ. 92 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിലാണ് പരന്നു കിടക്കുന്നത്. എങ്ങാനും വഴിതെറ്റി വേറെ സ്ഥലത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ തന്നെ അസാധ്യമായിരിക്കും. മാത്രമല്ല പകൽ സമയത്താണ് ഓടേണ്ടത്. കൊടും ചൂടാണ്. ചില ദിവസങ്ങളിൽ അടിക്കുന്ന ചൂട്, ഉച്ച സമയത്തൊക്കെ അടിക്കുന്ന ചൂടെന്ന് പറയുന്നത് അത്രത്തോളം തീവ്രമാണ്. മാത്രമല്ല എത്ര കിലോമീറ്ററാണ് ഓടിത്തീർക്കേണ്ടതെന്ന് അറിയാവോ? 6 ദിവസമാണ് ഈ മത്സരം. അതായത് 6 ദിവസം കൊണ്ട് 250 കിലോമീറ്റർ ആണ് ഓടേണ്ടത് സഹാറ മരുഭൂമിയിലൂടെ, കൊടും ചൂട് സഹിച്ചുകൊണ്ട്. ചൂട് മാത്രമാണോ? അല്ല, ഇടയ്ക്ക് ആഞ്ഞു വീശുന്ന മണൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കൂടെയുണ്ട്. അത് മുഖത്തും കണ്ണിലും ഒക്കെ അടിച്ചു കയറി നമുക്ക് കാഴ്ച പോലും കിട്ടില്ല, ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥകളുണ്ടാക്കും. നമുക്ക് മൊത്തം മണ്ണായിരിക്കും മൂക്കിലേക്ക് വലിച്ചു കയറ്റാൻ സാധിക്കുക. അപ്പോൾ അത്രത്തോളം ദുർഘടമായിട്ടുള്ള, അത്രത്തോളം കാഠിന്യം നിറഞ്ഞ ഒരു മാരത്തൺ റേസ് തന്നെയാണ് മാരത്തോൺ ഡി സബെൽസ് എന്നുള്ളത്. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും അദ്ദേഹത്തിന് ഇത് കേട്ടതോട് കൂടിയിട്ട് വലിയ ത്രിൽഡാകിയാണ്. അദ്ദേഹം കൂടുതൽ ചലഞ്ചസ് എടുക്കാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ, പരിശീലനം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. എല്ലാ ദിവസവും 40 കിലോമീറ്റർ ഓടിയായിരുന്നു അദ്ദേഹത്തിന്റെ പരിശീലനം. മാത്രമല്ല സാധാരണഗതിയിൽ മാരത്തോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് വെള്ളം കുടിച്ച് മാത്രം, അതായത് ആദ്യത്തെ ദിവസം കുടിക്കുന്നതിനേക്കാളും കുറച്ച് വെള്ളമാണ് അടുത്ത ദിവസം കുടിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടേണ്ടത് മരുഭൂമിയിലൂടെയാണ്, ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. മാത്രമല്ല നമ്മുടെ ബാഗിലുള്ള ആ ഒരു കുപ്പിയിലുള്ള വെള്ളമേ കാണത്തുള്ളൂ. പിന്നീട് കുറെ കഴിയുമ്പോഴായിരിക്കും വെള്ളം എടുക്കാൻ പറ്റുക. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അളവ് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് അദ്ദേഹത്തിന് തോന്നിയാണ്. അങ്ങനെ ആ ദിവസം വന്നു ചേരാൻ പോവുകയാണ്. പ്രോസ്പെരി അത്രത്തോളം എക്സൈറ്റഡ് ആണ്. കാരണം കൊടിയ ചലഞ്ചസ് അല്ലേ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നത്. ആകപ്പാടെ ത്രില്ലാണ് അദ്ദേഹവും തന്റെ സുഹൃത്തും കൂടെ എന്തായാലും മൊറോക്കോയിലേക്ക് തിരിക്കുകയാണ്. മൊറോക്കോയിലാണ് ഈ സഹാറയുടെ ഒരു ഭാഗമുള്ളത്. അവിടെ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. അങ്ങനെ മൊറോക്കോയിൽ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും തോന്നിയേക്കാം. സഹാറ മരുഭൂമിയിൽ എങ്ങനെയാണ് 250 കിലോമീറ്റർ നീളുന്ന ഒരു മാരത്തൺ റേസ് സംഘടിപ്പിക്കാൻ സാധിക്കുക?
അത് ട്രാക്ക് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങോട്ടൊന്നില്ലാതെയാണ് ഓടേണ്ടത്, എങ്ങോട്ടാണ് ഓടേണ്ടത്, അവർക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ എങ്ങനെ കിട്ടും. മാത്രമല്ല 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒന്നാണല്ലോ, ടോയ്ലറ്റ് ഫെസിലിറ്റി നിർബന്ധമാണ്, അതെങ്ങനെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യും, ജനവാസമുള്ള മേഖലയിലാണോ ഇത് നടത്തുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടില്ലേ. എല്ലാം കൃത്യമായിട്ട് പറയാം. ഈ പരിപാടിക്ക് ഓടേണ്ട ട്രാക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 250 കിലോമീറ്റർ നീളുന്ന ട്രാക്ക് ഒരു ട്രാക്കായിട്ട് തന്നെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ട്രാക്ക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഈ അത്ലറ്റിക് മീറ്റിനൊക്കെ നടക്കുന്ന മറ്റേ നമ്മൾ ഒളിമ്പിക്സിനൊക്കെ ഓടുമ്പോൾ താഴത്തെ ട്രാക്ക് കണ്ടിട്ടില്ല, അതുപോലെയല്ല. ജസ്റ്റ് ഒരു കയറ് വെച്ചിട്ടോ ഒരു കൊടി വെച്ചിട്ടോ മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ വഴിയിലൊരു കൊടി കുത്തി ആ ഒരു വഴി ഇങ്ങനെ തെളിച്ചിട്ട് ഇട്ടിട്ടുണ്ടാകും. അത് മാത്രമാണ് ട്രാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല നിശ്ചിതമായിട്ടുള്ള കിലോമീറ്റർ കഴിയുമ്പോൾ ചെക്ക് പോയിന്റുകളും ക്യാമ്പുകളും ഉണ്ടാവും. ചെക്ക് പോയിന്റ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നതാണ്. അവിടെ പരിപാടിയുടെ ഭാരവാഹികൾ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയം രൂപീകരണം നടത്തണമെങ്കിലോ ഒക്കെ തന്നെ അവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ക്യാമ്പ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കിടക്കേണ്ടത് ഈ ക്യാമ്പിലാണ്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ കഴിയുമ്പോൾ ഓരോ ക്യാമ്പുകളാണ്. നിങ്ങൾക്ക് രാത്രി അവിടെ വിശ്രമിക്കാം. രാത്രിയിൽ നിങ്ങൾ ഓടേണ്ട കാര്യമില്ല. രാത്രിയിൽ അവിടെ വിശ്രമിച്ച് അവിടെ യഥേഷ്ടം ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടും. മാത്രമല്ല അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാണും. അവിടെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരത്തില്ല. അങ്ങനെയാണ് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ചെറിയ പരിപാടിയൊന്നുമല്ല, ചെറിയ ടീമല്ല, ഒരു വലിയ ടീമാണ് ഇതിൻ്റെ സംഘാടകരെന്നുള്ളത്. അപ്പോൾ സംഭവങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായല്ലോ. മാത്രമല്ല ഇപ്പോൾ ചെക്ക് പോയിന്റിലോ ക്യാമ്പിലോ ചെല്ലുമ്പോഴേക്കും ഭക്ഷണം വെള്ളമൊക്കെ കിട്ടും. അതുകൂടാതെ തന്നെ നമുക്ക് ഒരു ബാക്ക് പാക്ക് അവർ തരും. ഈ ബാക്ക് പാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് വാട്ടർ ബോട്ടിലാണ്. കാരണം വെള്ളം നിറച്ച് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഓടുന്ന വഴിക്ക് നമ്മൾ കുടിക്കണമല്ലോ. ഇത്രയും ദൂരങ്ങൾ, അതായത് നല്ലൊരു ദൂരം കഴിയുമ്പോഴാണ് ചെക്ക് പോയിന്റോ ക്യാമ്പോ വരുന്നത്. അപ്പോൾ അതിനിടയിൽ വെള്ളമോ ഭക്ഷണമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കൈ നമ്മൾ കരുതണമല്ലോ. അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം, ചെറിയ സ്നാക്സ്, പിന്നെ ചെറിയ പാചകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പച്ചക്കറികളോ സംതിങ് കാര്യങ്ങളോ, ഒരു പോർട്ടബിൾ സ്റ്റൗവ്, അതോടൊപ്പം ഒരു വെറ്റ് വൈപ്സ്, നമ്മളിങ്ങനെ മുഖത്ത് തുടക്കത്തില്ലേ വെറ്റ് വൈപ്സ്, അതുപോലെ ഒരു ടോർച്ച് ഉണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ട് കോമ്പസ് അഥവാ വടക്ക് നോക്കി യന്ത്രവും, അതോടൊപ്പം ഒരു ഫ്ലെയർ ഗണ്ണുമാണ്. ഫ്ലെയർ ഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് വഴിതെറ്റിപ്പോയാലോ ഈ ഫ്ലെയർ ഗൺ മുകളിലേക്ക് പൊട്ടിക്കുക. മറ്റേ ഒരു പൂത്തിരി വിരിയുന്ന പോലെ മുകളിൽ പോയിട്ട് കുറേ പുകയും ലൈറ്റും ഒക്കെ വരും. അപ്പോൾ ആർക്കെങ്കിലും കണ്ട് മനസ്സിലാക്കാൻ പറ്റും ആർക്കോ അപകടം സംഭവിച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഹെലികോപ്റ്റർ എടുത്ത് അവരവിടെ വന്ന് സഹായം ചെയ്യും. ഇതിലാണ് ഫ്ലെയർ ഗൺ വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു ചെറിയ ടെന്റ് കൂടാരം സെറ്റപ്പ് ആക്കാനുള്ള ഷീറ്റും മറ്റേ കമ്പികളും ഒക്കെ ബാഗിലുണ്ടാകും. അതായത് നിങ്ങൾ ഓടുന്ന വഴിക്ക് നിങ്ങൾക്ക് ക്യാമ്പിലെത്താൻ ഒരു പക്ഷേ പറ്റിയിട്ടുണ്ടാകത്തില്ല. നിങ്ങൾക്ക് വഴിയിൽ സൈഡിലായിട്ട് ടെൻ്റ് അടിച്ചിട്ട് അവിടെ താമസിക്കാം. നിങ്ങൾക്ക് അങ്ങനെ താമസിക്കണമെങ്കിൽ അവിടെ വിശ്രമിക്കണമെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചൂടല്ലേ, ഓടി തളരുമ്പോഴേക്കും നിങ്ങൾക്ക് വിശ്രമിക്കണമെന്ന് തോന്നും. ടെൻ്റ് അടിച്ച് അവിടെ വിശ്രമിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോടിയാൽ മതി. അങ്ങനെയൊക്കെയാണ് ഈ പരിപാടിയുടെ റൂൾസ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് ഓടുമ്പോൾ ഈ ബാക്ക് പാക്ക് മാത്രമാണ്. ബാക്ക് പാക്കിലുള്ള വെള്ളം, ഭക്ഷണം, ടെൻറ്റ്, പിന്നെ നമ്മുടെ സേഫ്റ്റി മെഡിക്കൽ കിറ്റ് ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ അത്യാവശ്യമുള്ള മരുന്നുകളും കാര്യങ്ങളൊക്കെ കാണും. പിന്നെ കോമ്പസ്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. ആ ബാക്ക് പാക്കും നമ്മളും നമ്മുടെ കൂടെ ഓടാനായിട്ട് ഒരുപാട് ജനങ്ങളും. അതാണ് മാരത്തോൺ ഡി സബൽസ്. അങ്ങനെ മാരത്തോൺ ആരംഭിക്കുന്ന ദിനം വന്നെത്തി. വർഷം 1994 ഏപ്രിൽ 10 മൗരോ പ്രോസ്പെരി എല്ലാത്തിനും തയ്യാറായി കൃത്യമായിട്ട് ബാക്ക് പാക്കൊക്കെ പാക്ക് ചെയ്ത് മാരത്തോൺ ആ ഒരു ചെക്ക് പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ബെൽ മുഴങ്ങി ഓട്ടം ആരംഭിക്കുകയാണ്. മൗരോ പ്രോസ്പെരി ശക്തമായിട്ട് തന്നെ, കാരണം അദ്ദേഹം നല്ല ഓട്ടക്കാരനാണ്. വളരെയേറെ വെള്ളമൊക്കെ കുറച്ച് കുടിച്ച് കൃത്യമായിട്ട് പ്രാക്ടീസൊക്കെ എടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ചൂടിനെയും ഒക്കെ വകവയ്ക്കാതെ അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയാണ്. അദ്ദേഹം ഓടുന്ന വഴിക്ക് അദ്ദേഹം 3ാം സ്ഥാനത്തൊക്കെ ആയിട്ടായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ചൂടും, അപ്പോൾ ആദ്യമായിട്ടാണ് മരുഭൂമി കൂടെ അദ്ദേഹം ഓടുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്. എല്ലാം ചലഞ്ചസ് ആയിട്ട് എടുക്കുകയാണ്. ഇടയ്ക്ക് ചെറിയ മണൽക്കാറ്റടിക്കുന്നുണ്ട്, മുഖത്തോട്ടൊക്കെ അടിച്ചു കൊള്ളുന്നുണ്ട്, അതുപോലെ കഠിനമായിട്ടുള്ള ചൂടുണ്ട്. അദ്ദേഹം ചെക്ക് പോയിന്റിൽ എത്തുമ്പോഴേക്കും കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ ഫില്ല് ചെയ്യുന്നുണ്ട്, സ്നാക്സ് കഴിക്കുന്നുണ്ട്, ക്യാമ്പിലെത്തി വിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ദിവസം അദ്ദേഹം ഓടിത്തീർത്തത് 29 കിലോമീറ്ററാണ്. 2ാം ദിവസം 35 കിലോമീറ്ററും 3ാം ദിവസം 45 കിലോമീറ്ററും അദ്ദേഹം ഓടിത്തീർത്തു. ഇനി 3 ദിവസം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ എത്തിച്ചേരാൻ പറ്റും എന്ന് വളരെ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞത് 4ാം ദിനമായിരുന്നു. അങ്ങനെ 4ാം ദിനവും പതിവ് പോലെ ക്യാമ്പിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം ഓട്ടം ആരംഭിക്കുകയാണ്. ഈ മാരത്തോൺ ആകപ്പാടെ പങ്കെടുക്കുന്ന എത്ര പേരാണെന്നറിയാവോ? 80ഓളം വരുന്ന ആൾക്കാർ ഇതിന് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പേര് ഈ ചലഞ്ചുകൾ ഫേസ് ചെയ്യാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ 4ാം ദിനം ഓടുന്ന മുഖേനെ മൗരോ പ്രോസ്പെരിയുടെ സ്ഥാനം എത്രയാണെന്നറിയാവോ? 4ാം സ്ഥാനത്താണ്. കാരണം അദ്ദേഹം അത്രത്തോളം പരിശീലനം നേടിയിട്ടുള്ള വ്യക്തിയാണ്. 4ാം സ്ഥാനത്ത് തുടർന്ന് ഓട്ടം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്നാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. മറ്റൊന്നുമല്ല, അതിശക്തമായിട്ടുള്ള ഒരു മണൽക്കാറ്റായിരുന്നു. മണൽക്കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിരുന്നില്ല. ശക്തമായിട്ടുള്ള മണൽക്കാറ്റ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് വീശുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ മുഖത്തടിക്കും, ശ്വാസം വലിക്കാൻ പാടാണ്, നമ്മുടെ മൂക്കിലേക്കൊക്കെ മൺതരികൾ കയറും. അതോടൊപ്പം നമ്മുടെ കാഴ്ച പൂർണ്ണമായിട്ടും ഇത് മറയ്ക്കുകയാണ്. ഒന്നും കാണാൻ പറ്റില്ല, ചുറ്റും മണൽ മാത്രം ഈ അന്തരീക്ഷത്തിൽ. അപ്പോൾ കാഴ്ച പൂർണ്ണമായിട്ടും മറയ്ക്കുകയാണ്, ട്രാക്ക് പൂർണ്ണമായിട്ടും മറയ്ക്കുകയാണ്.
അപ്പോൾ മൗറ പ്രോസ്പെരി ആദ്യം വിചാരിക്കുകയാണ് നമുക്ക് ഇവിടെ ക്യാമ്പ് അടിച്ച് റെസ്റ്റ് എടുത്താലോ, അല്ലെങ്കിൽ കുറച്ച് നേരം മാറി വിശ്രമിച്ചിട്ട് മണൽക്കാറ്റ് ഒതുങ്ങുമ്പോൾ പോയാലെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ മാരത്തോണാണ്. അങ്ങനെ വിശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താൻ 4ാം സ്ഥാനത്താണ്, സുഖമായിട്ട് ജയിക്കാവുന്ന കോമ്പറ്റീഷനാണ്. താൻ വിശ്രമിച്ച് കഴിഞ്ഞാൽ പുറകിലുള്ളവർ മുന്നേ കയറി പോകും, അതായത് കോമ്പറ്റീഷനിൽ താൻ തോറ്റു പോകും എന്ന് കണ്ടുകൊണ്ട് മൗറ പ്രോസ്പെരി ആ മണൽക്കാറ്റിനെ പോലും അതിജീവിച്ചുകൊണ്ട് അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ ആരംഭിക്കുകയാണ്. മണൽക്കാറ്റിൽ കൂടെ ഓടുക എന്ന് പറയുന്ന അത്രത്തോളം നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് കണ്ണ് ഗ്ലാസ് വെച്ച് മറച്ചിട്ടുണ്ടാകും, പക്ഷേ ശ്വാസം എടുക്കാനായിട്ട് വായു മൂക്കോ വേണ്ടേ? അപ്പോൾ മൂക്കിലേക്കോ വായിലേക്കോ ഇത് അടിച്ചു കയറും. വായിലും തൊണ്ടയിലും മൂക്കിൻ്റെ ഉള്ളിലുമുള്ള സ്ഥലങ്ങളിലെല്ലാം അത് മുറിവുകൾ ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മണൽക്കാറ്റിന്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ കാഴ്ച പൂർണ്ണമായിട്ടും മറയ്ക്കുകയാണ്. അങ്ങനെ മൗറ പ്രോസ്പെരി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിർത്തിയില്ല. 8 മണിക്കൂറോളം ആ ഒരു മണൽക്കാറ്റ് അതേപടി. ഒന്ന് ആലോചിച്ച് നോക്കും, അപ്പോൾ എത്ര വലിയ ഏരിയയിലായിരുന്നു ആ മണൽക്കാറ്റ് ഉണ്ടായിരുന്നത് എന്നല്ലേ. ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ മണൽക്കാറ്റ് ഒന്ന് ശമിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് മുന്നിൽ ഉള്ള കാഴ്ചകൾ പതുക്കെ വ്യക്തമായിട്ട് വരുന്നത്. നമ്മൾ ചില സിനിമ ഷോട്ടുകൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ബ്ലർ ചെയ്ത സ്ഥാനത്ത് നിന്നും പതുക്കെ അത് ഫോക്കസ് ആക്കി കൊണ്ടുവരുന്നത്. അതുപോലെയായിരുന്നു മൗറ പ്രോസ്പെരി കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നും പതുക്കെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണാം. അദ്ദേഹം ആശ്വസിച്ചു, മണൽക്കാറ്റ് തീർന്നല്ലോ എന്നല്ലേ. പക്ഷേ അപ്പോഴാണ് അദ്ദേഹത്തിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ട്രാക്കിൻ്റെ പരിസരത്ത് പോലുമല്ല ഞാൻ. ട്രാക്ക് എവിടെ? വഴിയിൽ നാട്ടിട്ടുണ്ടായിരുന്ന കൊടികൾ എവിടെ? ക്യാമ്പുകളുമില്ല, ചെക്ക് പോയിന്റുകളുമില്ല, കൂടെ ഒറ്റ മനുഷ്യരെയും പരിസരത്ത് കാണാനില്ല. മൗറ പ്രോസ്പെരി ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട്, ഹെൽപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണെന്നൊക്കെ പറഞ്ഞ ഒച്ചത്തിൽ അലറുന്നുണ്ട്. ഒരു തരത്തിലുള്ള റെസ്പോൺസ് ഇല്ല. അതായത് ആ പരിസരത്തൊന്നും ഒറ്റ മനുഷ്യ കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ട്രാക്കിൽ നിന്ന് വേറൊരു ഭാഗത്തേക്ക് ഓടി, ആർക്കും എവിടെയാണെന്ന് പോലും അറിയാത്ത, ഈ ക്യാമ്പ് ഓർഗനൈസേഴ്സിന് അറിയില്ല അത് ഏത് ഭാഗത്തോട്ടാണ്. അതായത് ആകെപ്പാടെ വഴിതെറ്റി ടോട്ടലി ലോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു മൗറ പ്രോസ്പെരി ആ ഒരു സമയത്ത്. പതുക്കെ നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മൗറോ ചിന്തിക്കുകയാണ്, ഇന്നിവിടെ ക്യാമ്പ് ചെയ്ത ശേഷം നാളെ യാത്ര തിരിക്കാം. ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത് വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അല്ലാതെ മാരത്തോൺ ഫിനിഷ് ചെയ്യാനുള്ള 2ാമത്തെ ഓപ്ഷനാണ്. ആദ്യം നമ്മൾ ട്രാക്കിലെത്തണ്ടേ, വഴി കണ്ടുപിടിക്കണ്ടേ, ഒരു മനുഷ്യനെ കണ്ടുപിടിക്കണ്ടേ, എന്നിട്ട് മതിയല്ലോ യാത്ര. അപ്പോൾ എന്തായാലും അന്നേ ദിവസം, അതായത് 4ാം ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് റെസ്റ്റ് അടിക്കുകയാണ്. 5ാം ദിവസം വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. മരുഭൂമിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ, നമ്മൾ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുറ്റും ഒരു മരമോ കാര്യങ്ങളോ ഒരു പുൽനാമ്പോ പോലും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത് എന്നൊന്നും മനസ്സിലാകില്ല. ചുറ്റും മണ്ണ് മാത്രമേ ഉള്ളൂ. എന്തായാലും 5ാം ദിനം യാത്ര ആരംഭിക്കുകയാണ്. വഴി കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കടമ്പ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗിൽ വാട്ടർ ബോട്ടിൽ കുറച്ച് വെള്ളമുണ്ട്, പിന്നെ കുറച്ച് ചെറിയ സ്നാക്സുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ വെള്ളമാണ് ഇനി മുതൽ അങ്ങോട്ട് ഏറ്റവും അമൂല്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വെള്ളം പതുക്കെ സിപ്പായിട്ടാണ് കുടിക്കുന്നത്. എങ്കിലും കൊടിയ വെയിലിലൂടെയാണ് നടക്കുന്നത്. പതുക്കെ ആ ബോട്ടിലുള്ള വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ്. ഇത് മനസ്സിലാക്കിയ പ്രോസ്പെരി ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുപ്പിയിൽ അദ്ദേഹത്തിന്റെ യൂറിൻ ശേഖരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രതീക്ഷ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാദൗത്യ സംഘം അദ്ദേഹത്തെ തേടി വരികയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നുള്ളതായിരുന്നു. പക്ഷേ അവർ വരുന്നത് വരെ, അവർ തന്നെ കണ്ടുപിടിക്കുന്നത് വരെ ജീവനോടെ തുടരേണ്ടതുണ്ട്. അപ്പോൾ ജീവനോടെ തുടരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മരുഭൂമിയിൽ വെള്ളമല്ലേ. അപ്പോൾ ഒരു തരത്തിലുള്ള വെള്ളവും പാഴാക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് യൂറിൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുള്ളത്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ ഒരു പരിധിക്ക് അധികം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി ടോട്ടലി ഡാമേജ് ആയി പോകും. അതും വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഒരു ഘട്ടത്തിൽ. എന്തായാലും പ്രതീക്ഷകൾ ഒട്ടും തളരാതെ തന്നെ അദ്ദേഹം വീണ്ടും മുമ്പോട്ട് നടക്കുകയാണ്. എങ്ങോട്ടെന്നില്ലാതെ ആ ഒരു കൊടും ചൂടിലൂടെ അദ്ദേഹം യാത്ര വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം തന്നെ ബാഗിൽ കരുതിയിട്ടുള്ള ഭക്ഷണം ഉണ്ടല്ലോ, അതിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ മാത്രം കഴിച്ചുകൊണ്ട് അന്നേ ദിവസം തള്ളി നീക്കുകയാണ്. മാത്രമല്ല ആ ഒരു ഘട്ടത്തിൽ, അതായത് രാത്രി ആയപ്പോഴേക്കും അദ്ദേഹം ഫ്ലെയർ ഗൺ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. രാത്രിയിൽ ആകാശത്ത് പോയി പൊട്ടും ലൈറ്റും പുകയൊക്കെ ഉണ്ടാകും. അത് കണ്ടിട്ട് ആ ഒരു സ്പോട്ട് രക്ഷാദൗത്യ സംഘം മനസ്സിലാക്കുകയും അങ്ങോട്ട് വരും എന്നൊക്കെയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരുപാട് മണിക്കൂറിന് ശേഷവും അങ്ങോട്ട് ആരും തന്നെ കണ്ടില്ല. അന്നേ ദിവസവും അദ്ദേഹം ആ ഒരു ഭാഗത്ത് തന്നെ ടെന്റ് അടിച്ച് അവിടെ കഴിച്ചു കൂട്ടുകയാണ്. 6ാം ദിവസം നേരം പുലർന്നു. അദ്ദേഹം യാത്ര ആരംഭിച്ചു. യാത്ര എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഓട്ടം തന്നെയാണ്. കാരണം പതുക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തും ഒരു രീതിയിലും എത്തിച്ചേരാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുകൊണ്ട് എങ്ങനെയാണോ മാരത്തോൺ ഓടി വന്നത് അതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് അദ്ദേഹത്തിന് ആകുന്ന പോലെ ഓടുകയാണ്. അങ്ങനെ ഓടുന്ന വഴിക്ക് അദ്ദേഹം ദൂരെ ഒരു കുടില് പോലുള്ള ചെറിയൊരു കൂടാരം, അല്ലെങ്കിൽ ഒരു കൂര കാണുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെയേറെ സന്തോഷവാനായി. അവിടെ മനുഷ്യവാസം ഉണ്ടാകുമല്ലോ, അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ആ ഒരു കുടിലിനെ ലക്ഷ്യമാക്കി അദ്ദേഹം ഓടുകയാണ്. പക്ഷേ അടുത്ത് നിന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത്. അത് മനുഷ്യവാസമുള്ള കെട്ടിടമോ വീടോ ഒന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആരോ ഉപേക്ഷിച്ച് പോയ, അല്ലെങ്കിൽ ആരോ നിർമ്മിച്ചു വെച്ച് അവിടുന്ന് പോയ ഉപേക്ഷിക്കപ്പെട്ട ഒരു മുസ്ലിം ഷ്രൈൻ, അതായത് ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയൊരു കൂടാരം അല്ലെങ്കിൽ കുടില് മാത്രമാണ് അതെന്നുള്ളത്. അവിടെയൊന്നും ഒറ്റ മനുഷ്യ കുഞ്ഞു പോലുമില്ല. അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാഗിൽ ഇറ്റലിയുടെ ഒരു പതാക ഉണ്ടായിരുന്നു. ആ പതാക ആ ഒരു കൂരയുടെ മുകളിൽ കെട്ടിവെക്കുകയാണ്. ഇപ്പോൾ ഹെലികോപ്റ്ററിലോ പ്ലെയിനിലോ രക്ഷാദൗത്യ സംഘം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലാഗ്
കാണുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നൊക്കെയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. എന്തായാലും അന്നേ ദിവസം ആ കുടിലിൽ കഴിഞ്ഞുകൂടാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലെ വെള്ളം അവശേഷിച്ചു, ആകപ്പാടെ കുറച്ച് യൂറിൻ മാത്രമാണ് കുപ്പിയിലുള്ളത്. അദ്ദേഹം നോക്കുമ്പോൾ വെറ്റ് വൈപ്സ് ബാഗിലുണ്ട്, അതായത് ഇങ്ങനെ തുടയ്ക്കുന്നൊരു നമ്മുടെ ടിഷ്യൂ പോലത്തെ ഇല്ല, ചെറിയ വെള്ളമുള്ളത്, അത് പിഴിഞ്ഞ് അതിലുണ്ടായിരുന്ന ലിക്വിഡ് കുടിക്കുകയാണ്. ലിക്വിഡ് മെയിനായിട്ട് ആൽക്കഹോളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്, നമ്മൾ സാനിറ്റൈസർ പോലെ ഒന്നും ഉപയോഗിക്കില്ലേ. അപ്പോൾ അത് കുടിച്ചാലും ശരീരത്തിന് അപകടമാണ്. പക്ഷേ ചുണ്ടും തൊണ്ടയും ഒക്കെ നനച്ച് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം മരുഭൂമിയാണ്, നമ്മളുടെ ശരീരത്തിൽ നിന്നും ജലം അത്ര വേഗത്തിലാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം നോക്കുമ്പോഴേക്കും ആ ഒരു ചെറിയ കുടിലിൽ, ആ ഒരു കൂടാരത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ചെറിയൊരു ബിൽഡിങ്, അതിൻ്റെ അകത്ത് വവ്വാലുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അദ്ദേഹം രണ്ടും കൽപ്പിച്ചു. ഇന്നേ വരെ മനുഷ്യൻ കഴിക്കാത്ത, സാധാരണ കഴിക്കാത്ത ഒരു തരത്തിലുള്ള മാംസഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ടില്ല. പക്ഷേ ജീവൻ നിലനിർത്തണമല്ലോ, ആ വവ്വാലിനെ പിടിച്ച് ആദ്യം തന്നെ അതിൻ്റെ ചോര ഊറ്റി കുടിക്കുകയാണ് ജലാംശത്തിന് വേണ്ടിയിട്ട്. അതിനുശേഷം ആ വവ്വാലിനെ ഭക്ഷിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകപ്പാടെ കുറച്ച് ഭക്ഷണം മാത്രമാണ് അവശേഷിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, പച്ചയ്ക്ക് ആ വവ്വാലിൻ്റെ ചോര ഊറ്റി കുടിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ എത്ര ദാരുണമാണല്ലേ. എന്തായാലും അന്നേ ദിവസം ആ കൂരയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമുണ്ട്, മണ്ണിൽ വലിയ കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ കിടക്കുകയാണ്, ശരീരം മണ്ണ് വെച്ച് തന്നെ മൂടുകയാണ്. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തോട് അത്രയും എക്സ്പോസ്ഡ് ആകാത്തതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്നും വെള്ളം നഷ്ടപ്പെടുന്നതിൻ്റെ തോത് കുറയ്ക്കാൻ സാധിക്കും. രാത്രിയാണെങ്കിൽ ചെറിയൊരു തണുപ്പും കിട്ടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെയായിരുന്നു ആ ഒരു കൂരയിൽ അന്നേ ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. 7-ാം ദിനം നേരം പുലർന്നു. അദ്ദേഹം രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം ചുറ്റുന്നുണ്ട്. അധികം ഉയരത്തിലല്ല, താന്ന് പറക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് രക്ഷാദൗത്യ സംഘമാണ്, തന്നെ തപ്പിയിറങ്ങിയ സംഘമാണെന്ന്. അപ്പോൾ അദ്ദേഹം അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുള്ളൂ. ഫ്ലെയർ ഗൺ ആണെങ്കിൽ നേരത്തെ ഉപയോഗിച്ചും പോയി. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീ ഉണ്ടാക്കി, അതായത് തീയും പുകയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ഡിറ്റക്ട് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ചറിയും എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം കത്തിച്ച വസ്തു എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗില്ലേ, ആ ബാഗിന് തൻ്റെ ബാഗിൻ്റെ അകത്തുണ്ടായിരുന്ന ചെറിയൊരു ലൈറ്റർ വെച്ചിട്ട് തീടുകയാണ്. മുകളിൽ ഫ്ലാഗൊക്കെ എടുത്ത് ഇങ്ങനെ വീശി കൈയൊക്കെ കാണിക്കുകയാണ്. പക്ഷേ ആ വിമാനം അദ്ദേഹത്തെ കണ്ടില്ല. ആ വിമാനം അതുവഴി കടന്നു പോവുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിന് വീണ്ടും വലിയ നിരാശകപ്പെടുന്നു. ഇത്രയും നാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ 7-ാം ദിനം അദ്ദേഹം ആകപ്പാടെ തകർന്നു പോവുകയാണുണ്ടായത്. അദ്ദേഹം മരണത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയിരുന്നു. കാരണം ഇനി ജീവിക്കാൻ കയ്യിൽ വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഐഡിയ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നടക്കുവാണെങ്കിലും മരുഭൂമിയിൽ എവിടെയെങ്കിലും കിടന്ന് മരിക്കും, കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ശരീരം മണ്ണ് മൂടും, ആരും തിരിച്ചറിയത്തുമില്ല. മറിച്ച് ഈ ഒരു കൂടാരത്തിൽ കിടന്ന് മരിക്കുവാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും തൻ്റെ അസ്ഥികൂടമെങ്കിലും ആ ഒരു സംഘത്തിന് കിട്ടുകയും അതുവഴി ബാക്കിയുള്ളവർ അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അദ്ദേഹം തീരുമാനിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കൂരയിൽ കിടന്ന് എനിക്ക് മരിക്കണമെന്നുള്ളതായിരുന്നു. അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കാരണം ജീവിക്കാൻ പറ്റില്ല, ഇനി ഒരു രക്ഷയുമില്ല. അത്രത്തോളം അദ്ദേഹം ടോട്ടലി ഒരു മാനസിക വിഭ്രാന്തി എത്തുന്ന, അല്ലെങ്കിൽ അത്രത്തോളം ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ അദ്ദേഹം അവിടെ ബാഗ് കത്തിച്ച കരി കൊണ്ട് ആ ചെറിയൊരു പേപ്പർ കഷ്ണത്തിൽ തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്തെഴുതുകയാണ്. ഞാൻ മരിക്കുന്നു, എന്നെങ്കിലും എന്നെ കണ്ടുകിട്ടുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു കത്തെഴുതുകയാണ്. അതിനുശേഷം രാത്രി ആയപ്പോഴേക്കും, അതായത് നേരം ഇരുട്ടി അദ്ദേഹം കിടക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയമായപ്പോഴേക്കും കയ്യിൽ കരുതിയിട്ടുള്ള ചെറിയൊരു പേന കത്തി കൊണ്ട് കൈത്തണ്ട മുറിക്കുകയാണ്. എന്നിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങിയാണ്. താൻ മരിച്ചു, ഇനി ജീവിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ്. പക്ഷേ നേരം വെളുത്തു. 8-ാം ദിനം അദ്ദേഹം കണ്ണുറക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, താൻ മരിച്ചിട്ടില്ല, മരണത്തിന് പോലും എന്നെ വേണ്ട, അത്രത്തോളം വെറുക്കപ്പെട്ടവനാണ് ഞാനെന്നൊക്കെയുള്ള ശാപവാക്കുകൾ സ്വയം പറയുകയാണ്. എന്താണ് സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പേനാക്കത്തിയായിരുന്നു, മുറിവ് വലിയ ആഴത്തിലല്ലായിരുന്നു. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ വെള്ളം വളരെ വളരെ കുറവായിരുന്നല്ലേ, അതൊക്കെ കൊണ്ട് തന്നെ ആ മുറിവ് പെട്ടെന്ന് ക്ലോട്ടായി, അഥവാ കട്ട പിടിക്കാനുണ്ടായത്. അപ്പോൾ വെള്ളം വളരെ കുറവായതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചെറിയ പേനാക്കത്തിയാണ്, മുറിവ് വലിയ ആഴത്തിലുമല്ലായിരുന്നു. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ജീവനോടെ തന്നെ അവിടെ അവശേഷിക്കുകയാണ് ചെയ്തത്. ആ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ കിടന്ന് മരിക്കേണ്ട ആളല്ല, ഞാൻ മരിക്കാൻ ശ്രമിച്ചിട്ട് പോലും മരണം എന്നെ വിളിച്ചില്ല, അതുകൊണ്ട് തന്നെ ജീവിക്കാനാണ് എൻ്റെ വിധി എന്നെ പ്രേരിപ്പിക്കുന്നതെന്നും പറഞ്ഞ് അദ്ദേഹം വീണ്ടും യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം ദൂരത്തൊരു കാഴ്ച കാണുകയാണ്. മറ്റൊന്നുമല്ല, ചെറിയ പനമരങ്ങളൊക്കെ നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അത് കണ്ടതും അങ്ങോട്ട് സർവ്വശക്തിയും എടുത്തു, അതായത് വളരെ തളർന്ന് അവശേഷിച്ചു, പക്ഷേ ഉള്ള സർവ്വശക്തിയും എടുത്തുകൊണ്ട് അങ്ങോട്ട് ഓടുകയാണ്. അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോഴാകട്ടെ അതൊരു മരിപ്പച്ചയായിരുന്നു. അതായത് അവിടെ ചെറിയ പനകൾ നിൽപ്പുണ്ട്, മാത്രമല്ല ഒരു തടാകമുണ്ട്, തടാകത്തിൽ ഇഷ്ടം പോലെ ശുദ്ധജലവുമുണ്ട്. അപ്പോൾ ഒന്നാലോചിച്ചു, ഇത്ര നാൾ വെള്ളം കിട്ടാതെ, അതായത് തൊണ്ടയൊക്കെ വരണ്ട് സ്വന്തം യൂറിൻ കുടിച്ച് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വലിയൊരു ആശ്വാസമായിരുന്നു അത്. അദ്ദേഹം ഓടിച്ചെന്നാൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുവാണ്, പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. വെള്ളം ഒരു കൈക്കുമ്പിളിലെടുത്ത് വായിലേക്ക് കുടിച്ചതും അദ്ദേഹം ഛർദ്ദിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ
അകത്തെ അവയവങ്ങളൊക്കെ ആകപ്പാടെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. കിഡ്നി, ലിവറും വയറൊക്കെ ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല തൊണ്ടയൊക്കെ ഫുൾ ഇൻഫെക്ഷനായി, അതായത് മണൽക്കാറ്റും വെള്ളവും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ കൂടെ കടന്ന് അദ്ദേഹത്തിന് വെറും പച്ചവെള്ളം ഇങ്ങനെ വായിലേക്ക് എടുത്ത് കുടിച്ചപ്പോൾ അപ്പോൾ തന്നെ ഛർദ്ദിച്ച് പോവുകയാണ് ചെയ്തത്. ആ ഛർദ്ദിൽ അദ്ദേഹം തളർന്നങ്ങോട്ട് വീഴുകയാണ്. പിന്നീട് അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തടാകത്തിന് സൈഡിൽ കിടന്നിട്ട് പതുക്കെ സിപ്പായിട്ട് ഓരോ തുള്ളി വീതം നക്കി കുടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് കുടിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് തൊണ്ടയൊക്കെ വെള്ളം ചെന്നപ്പോഴേക്കും അവിടെയൊക്കെ വേദന കൊണ്ട് പൊളയുകയായിരുന്നു. അങ്ങനെ പതുക്കെ ഒരുപാട് മണിക്കൂറുകളെടുത്ത് കിടന്നുകൊണ്ട് പതുക്കെ ആ വെള്ളം കുടിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിനുശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും യാത്ര തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഈ സമയത്ത് അദ്ദേഹം യാത്ര ചെയ്യാൻ ഉപയോഗിച്ച ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവിലെയും വൈകിട്ടും മാത്രം യാത്ര ചെയ്യുക. കാരണം രാവിലെ കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂടുള്ളത്, ഏറ്റവും കൂടുതൽ ജലാംശം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ആ സമയത്തൊന്നും യാത്ര വേണ്ട, മറിച്ച് അതിരാവിലെയും വൈകിട്ടും യാത്ര ചെയ്യുക. രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റില്ല. അപ്പോൾ ഈ 2 സമയങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ യാത്ര മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. 8ാം ദിവസം അദ്ദേഹം ക്യാമ്പ് ചെയ്യാണ്. 9ാം ദിവസം പതിപോലെ രാവിലെ എഴുന്നേറ്റ് യാത്ര ആരംഭിക്കുകയാണ്. 9ാം ദിവസം ആയപ്പോഴേക്കും മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഒരു ദൈവനിയോഗം പോലെ ചില കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടുന്നത്. അതായത് അദ്ദേഹം നടക്കുന്ന വഴിക്ക് മരുഭൂമിയിൽ ചില ആട്ടും കാട്ടങ്ങൾ കിടക്കുന്നു. അതോടൊപ്പം മനുഷ്യൻ്റെ തോന്നിക്കുന്ന ചില കാൽപ്പാടുകളും കണ്ടു. അതായത് ഫ്രഷ് ആയിട്ട് വീണ ആട്ടുംകാട്ടമാണ്, അല്ലെങ്കിൽ അവിടെ കിടക്കില്ല, മണ്ണടിഞ്ഞ് പോകും, അപ്പം തന്നെ മണ്ണടിഞ്ഞ് പോകും. അതാണല്ലോ മരുഭൂമിയുടെ ഒരു പ്രത്യേകതയല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ അടുത്ത് എവിടെയോ ഒരു ജനവാസമുള്ള മേഖലയുണ്ട്, അതുകൊണ്ടാണല്ലോ മനുഷ്യൻ്റെ കാൽപ്പാട് അദ്ദേഹം കാണുന്നത്. അങ്ങനെ അദ്ദേഹം സർവ്വശക്തിയും എടുത്ത് എങ്ങോട്ടെന്നില്ല, അതായത് ആ ഒരു ആടിൻ്റെ കാൽപ്പാട് ഫോളോ ചെയ്ത് വളരെയേറെ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് നടക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് നടന്നു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഒരു കാഴ്ച കാണാൻ പറ്റുകയാണ്. ഒരു കൂട്ടം ആട്ടും പറ്റങ്ങളും അതിനെ നയിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി, ഒരു കൊച്ചു ബാലികയും അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം തന്നെ സർവ്വശക്തിയും എടുത്ത്, അതായത് അതിനോടകം തന്നെ അദ്ദേഹം എല്ലും തോലുമായിട്ടുണ്ടായിരുന്നു, വല്ലാത്തൊരു അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു അദ്ദേഹം. സർവ്വശക്തിയും എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും കാര്യമായിട്ട് ഓടാൻ പറ്റുന്നില്ല അദ്ദേഹം. എന്നാലും നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോഴും മരിച്ചെന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ അദ്ദേഹം തളർന്നില്ല. അദ്ദേഹം ആ പെൺകുട്ടിയെ ലക്ഷ്യമാക്കി ഓടുകയാണ്. ആ പെൺകുട്ടിയുടെ മുമ്പിൽ എത്തുകയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചു പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു, എല്ലാം സേഫ് ആയെന്നല്ലേ. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ രൂപം അത്രത്തോളം വികൃതമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹം ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്നറിയാവോ? ഈ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സന്തോഷത്തിലും ആഹ്ലാദത്തിലും എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ്. പക്ഷെ എന്നെ കണ്ടതും ആ പെൺകുട്ടി ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോവുകയാണ്. അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ആ പെൺകുട്ടി എന്നുള്ളത് ട്വാരഗ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട, ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട തൊഴിലാണ് ആട് മേയിച്ച് ഒക്കെ ജീവിക്കുക എന്നുള്ളത്. എന്തായാലും കുറച്ച് നേരത്തിനുള്ളിൽ ആ നല്ല പെൺകുട്ടി, ഒരു ദൈവതുല്യമായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി തൻ്റെ അമ്മുമ്മയെ കൂട്ടി വരികയാണ്. പേടിച്ച് ഭയന്നാണ് ഓടിപ്പോയത്, പക്ഷേ തൻ്റെ അമ്മുമ്മയെ കൂട്ടി അങ്ങോട്ട് വരികയാണ്. അമ്മുമ്മയും കൊച്ചുമകളും കൂടെ മൗരോ പ്രോസ്പെരിയെ അവരുടെ കൂരയിലേക്ക് കൊണ്ടുപോവുകയാണ്, ട്വാരഗ് ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നതും ഈ അമ്മുമ്മ മൗരോ പ്രോസ്പെരിക്ക് ആദ്യമായിട്ട് ഈ മിൻറ്റ് കലർന്ന ചായ, കട്ടൻ ചായ പോലെ ഒന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ആട്ടുംപാൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ ആർത്തിയോടെ, അതായത് വിശന്നിരിക്കുന്ന ഒരു തരത്തിൽ ജലാംശമില്ലാത്ത മനുഷ്യനല്ലേ, നമുക്ക് തന്നെ ഒരു ദിവസം വിശന്നിരുന്ന ഭക്ഷണം കിട്ടുമ്പോൾ എന്താ ആർത്തിയായിരിക്കുമല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ആർത്തിയോടെ ആ ഒരു ആട്ടുംപാലൊക്കെ കുടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് വയറ്റിൽ ചെന്നതും അപ്പോൾ തന്നെ അദ്ദേഹം ഛർദ്ദിച്ചു പോവുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥകളാണ്. തൊണ്ടയൊക്കെ ഫുള്ള് പഴുത്ത് നാശമായിട്ടുണ്ടായിരുന്നു, അകത്തെ കുടലും ഒക്കെ ഒട്ടി വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് വൊമിറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. ഈ ട്വാരഗ് ക്യാമ്പിലെ ആണുങ്ങൾ അദ്ദേഹത്തെ ഒട്ടകത്തിൻ്റെ പുറത്ത് ഏറ്റവും അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മാരത്തോൺ ഡിസബിൾസ് അഥവാ ഈ മാരത്തോൺ ഓട്ടം നടക്കുന്നത് മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്താണല്ലോ. പക്ഷേ ആ രാജ്യത്തിൻ്റെ അതിർത്തിയും ക്രോസ്, അതായത് ട്രാക്കിൽ നിന്നും 289 കിലോമീറ്റർ, എന്നാലും നമുക്ക് ട്രാക്കിലൂടെ ഓടിയ ദൂരമല്ല, അത് കണക്കൂട്ടാതെ അതിൽ നിന്ന് വ്യതിചലിച്ച് 289 കിലോമീറ്ററോളം മൊറോക്കോയുടെ ബോർഡർ ക്രോസ് ചെയ്ത് അൾജീരിയ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു അദ്ദേഹം അപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലേക്ക് എന്നപ്പോഴേക്കും ഇദ്ദേഹത്തെ അവിടെയുള്ള മിലിറ്ററി കസ്റ്റഡിയിലെടുക്കുകയാണ്. അവരുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു മൊറോക്കൻ ചാരനാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ കസ്റ്റഡിയിലെടുക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശാരീരികാവസ്ഥകൾ വളരെ മോശമാണല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ കസ്റ്റഡി വെച്ചുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുകയാണ്. 7 ദിവസത്തോളം ഡോക്ടർമാരുടെ നിർത്താതെയുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചത്. അതും ചികിത്സ കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം അദ്ദേഹം മിലിറ്ററിയുടെ കസ്റ്റഡിയിലാണ് ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിക്കുകയാണ്. ഭാര്യയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ മരുഭൂമിയിൽ കാണാതായി എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനും അളിയനും കൂടെ ഈ ഒരു മൊറോക്കോയിലേക്ക് അഥവാ ഈ ഒരു മാരത്തോൺ നടക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് എത്തിച്ചേരുകയും സംഘാടകർക്കൊപ്പം വലിയ തെരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഘാടകർ അവരെ കൊണ്ടാകും തരത്തിലൊക്കെ തെരച്ചിൽ നടത്തി വലിയ
മരുഭൂമി കൂടെ ഓടുന്ന വണ്ടി വെച്ച് തെരച്ചിൽ നടത്തി, ഹെലികോപ്റ്റർ, പ്ലെയിൻ ഒക്കെ ഉപയോഗിച്ച് നോക്കി. പക്ഷേ ഒരു തരത്തിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല. അദ്ദേഹം ആ ഒരു ടെൻറ്റിൽ, അതായത് ആ ഒരു കൂടാരത്തിൽ താമസിച്ചു എന്നുള്ളതിൻ്റെ അടയാളങ്ങൾ അവിടുന്ന് കിട്ടി. പക്ഷേ അവിടുന്ന് അദ്ദേഹം പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അവസാനം അവർ പറഞ്ഞത് അദ്ദേഹം മരിച്ചു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഞങ്ങൾ നടത്തുന്നതെന്നായിരുന്നു കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ജീവനോടെ തൻ്റെ ഭാര്യയെ വിളിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയാണ് ആ ഒരു നിമിഷം ഉണ്ടായത്. ഇദ്ദേഹം അൾജീരിയയിലെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും 15 കിലോയോളം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 16 ലിറ്ററോളം ഇൻട്രാവെനസ് ഫ്ലൂയിഡ്, അഥവാ നമ്മൾ ട്രിപ്പ് എടുത്തില്ല, ഗ്ലൂക്കോസ് കയറ്റില്ല, 16 ലിറ്റർ ഗ്ലൂക്കോസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശരീരത്തേക്ക് കയറ്റേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം ജലാംശം ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലായിരുന്നു. എന്തായാലും 7 ദിവസം കസ്റ്റഡിയിൽ കഴിഞ്ഞു, ആശുപത്രിയിൽ കഴിഞ്ഞു. അതിൻ്റെ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കി. ഈ ഒരു അൾജീരിയൻ മിലിറ്ററിക്ക് മനസ്സിലായി ഇദ്ദേഹം ചാരനല്ല, മാരത്തോൺ റേസിന് പങ്കെടുക്കാൻ വന്ന ആളാണ്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയതാണെന്നുള്ളത് അവർക്ക് ബോധ്യമായി. അങ്ങനെ അവർ ഇദ്ദേഹത്തെ വിട്ടയക്കുകയാണ്. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തേ ഉള്ളൂ, അല്ലാതെ അവർ ക്രൂരന്മാരായിട്ടൊന്നുമല്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വേറൊരാൾ വരികയാണെങ്കിൽ നമ്മളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ മാത്രമേ അവരുടെ ഡ്യൂട്ടി മാത്രമേ അവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് മൗറോ പ്രോസ്പെരി പറഞ്ഞൊരു കാര്യമാണ്. എന്തായാലും അദ്ദേഹം തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും മാരത്തണിലേക്ക് തിരികെ പോകില്ല, പ്രത്യേകിച്ച് മാരത്തൺ ഡി സബേഴ്സ് സഹാറ കൂടെ നടത്തുന്ന ആ ഒരു ഓട്ട മത്സരത്തിലേക്കല്ലേ. പക്ഷേ അദ്ദേഹം വീണ്ടും പോവുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഞാനൊരിക്കൽ ലക്ഷ്യം വെച്ചിട്ടുള്ളതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുക എന്നുള്ളതായിരുന്നു. അത് ഈ ഒരു സംഭവം കൊണ്ടൊന്നും പേടിച്ചു നിന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ മനസ്സിലായി, ഇപ്പോൾ പ്രതിസന്ധികൾ മനസ്സിലായി. മണൽക്കാറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം 6 തവണ കൂടി ഈ മത്സരത്തിന് പങ്കെടുക്കുകയാണ്. 2001 13ാം സ്ഥാനത്ത് അദ്ദേഹം ഈ മത്സരം ഫിനിഷ് ചെയ്യുകയുമുണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞു വയ്ക്കുന്ന വലിയൊരു പാഠമാണ്, വലിയൊരു മോട്ടിവേഷൻ. അതായത് അത്രയേറെ പ്രതിസന്ധികളുണ്ടായിട്ടും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ ഇല്ലായിരുന്നിട്ടും അദ്ദേഹം ജീവിക്കണമെന്നുള്ള ആശയോടെ മുമ്പോട്ട് നീങ്ങി. ഈവൻ വവ്വാലിൻ്റെ രക്തമൂറ്റി വരെ കുടിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ട് അത് ചെയ്തു അദ്ദേഹം. ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ വവ്വാലിൻ്റെ രക്തം കുടിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം മരിച്ചു പോയേനെ, ജലാംശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടേനെ. അപ്പോൾ അദ്ദേഹം ചെയ്ത പല കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആലോചിക്കാറുണ്ട്, നമുക്കൊക്കെയാണ് ഈ അവസ്ഥ വന്നിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും ആ ഒരു അനുഭവം. അല്ലേ, നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകും. നമുക്കൊന്നും പേടിച്ചും അല്ലെങ്കിൽ മുമ്പോട്ട് നടക്കാൻ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. അത് അത്രത്തോളം മനോധൈര്യമുള്ള മനുഷ്യന്മാർക്ക് മാത്രം പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ നജീബ് എന്നുള്ളത്. മറ്റൊന്നുമല്ല, ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ആ നോവൽ വായിച്ചൊരു വ്യക്തിയാണ്. സിനിമ ഇന്ന് കാണാൻ പറ്റിയില്ല, അടുത്ത ദിവസം കാണണം പോയിട്ട്. എന്തായാലും അദ്ദേഹവും അല്ലേ ഒരുപാട് സർവൈവേഴ്സിനെ പോലെ അത്രത്തോളം നമുക്ക് ജീവിക്കാൻ പ്രചോദനം നൽകുന്നൊരു വ്യക്തിയാണ് മൗറോ പ്രോസ്പെരിയും ശ്രീ നജീബും ഒക്കെ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.